ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കൃപയിലെന്നെ ഇന്നയോളം കാത്ത വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പ്രധാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ളവരെ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ. രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി കർത്താവും ദൈവാദിദേവവും മഹത്വവാനും വിശ്വാസത്തോടെ വിളിക്കുന്നവർക്ക് ഉത്തരം നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ, ഈ ദിനത്തിന്റെ പ്രഭാത സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടുവാനും തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ഇടയാക്കിയല്ലോ. എൻ്റെ നാഥ, ഞങ്ങളുടെ കൂടി വരവിൻ്റെ ഉദ്ദേശം ഞങ്ങൾ അതിനു മുമ്പേ നീ അറിഞ്ഞിരിക്കുന്നു. നിന്റെ തീരുമാനമാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ നാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ വായുവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് വാവുദാശിക്കായിട്ട് ഒരുങ്ങുന്നു. നിന്റെ കുഞ്ഞിനെ ഈ ലോകത്തിൽ ജനിക്കുവാനായിട്ട് അവസരം കൊടുത്തു. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ കൂടെ ഇരുന്നുവല്ലോ. ഇത്രത്തോളം കാത്തു പരിപാലിച്ച കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്ന നാഥ. പ്രത്യേക നിന്റെ മൾക്കാട്ട് ഒരുക്കിയിരിക്കുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത. ഇന്ന് നടക്കുന്ന വിശുദ്ധ വിവാഹശയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്തോഷകരമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കൾക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവാസം പൂർണ്ണമായിട്ട് അനുഭവിച്ചറിയുവാനും നിന്റെ മക്കൾക്കിടയാകണമേ. എൻ്റെ നാഥ, ഇരുവരുടെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാ ബന്ധുമിത്രാദികളെയും ഓർക്കുന്നത. ഈ ബന്ധം എല്ലാവർക്കും സന്തോഷം തരുന്നതായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നരുളി ചെയ്ത യേശു തമ്പുരാനെ, നീ ആകുന്ന പ്രകാശത്തെ നോക്കി ജീവിപ്പാൻ തൊക്കണം നിന്റെ മക്കൾക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഇന്നത്തെ എല്ലാ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. കാനാവിലെ കല്യാണത്തിന് നീ എഴുന്നള്ള കുറവുകളെ പരിഹരിച്ചതുപോലെ വരാമായിരിക്കുന്ന എല്ലാ കുറവുകളെയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് പരിഹരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവരൊക്കെ സമയത്ത് കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ യാത്രയിലൊക്കെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. സന്നിധരായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. എന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇവിടെ നന്മയെ ആഗ്രഹിക്കുവാൻ നിന്റെ മക്കൾക്കിടയായി തീരണമേ. ഇവിടെ വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് സ്വർഗീയ ഉത്സവ സ്ഥാനം നൽകണമേ. സർവ്വ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപയുടെ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനാം പുത്രന്റെ കൃപ, പരിശുദ്ധ രൂപയുടെ സംബന്ധം ആവാസം ഭവനത്തിന്മേലും ഭവന നിവാസികളുടെ മേലും സന്നദ്ധരായിരിക്കുന്ന എല്ലാവരുടെ മേലും, പ്രത്യേക വിശുദ്ധ വാവുദാശിക്കായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ട മകളുടെ കൂടെ, എൻ്റെ മകളുടെ മകൾക്കാർക്ക് ഒരുങ്ങിക്കുന്ന മകനോടുകൂടെ ഇന്ന് നടക്കുന്ന വാവുദാശയിന്മേലും സകല വാങ്ങിപ്പോയിരിക്കുന്ന ആത്മാക്കളുമേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Christ bestowed, but I was shaped with snow. Seasons don't change, ignorance remains. I need this alone.
need this alone. I need this alone. I need this alone. I need this alone. The burdens on this chest, the vessel of these words, sleeping under tension, true afterthoughts and hurt. The burdens on this chest, the vessel of these words, sleeping under tension, true afterthoughts and hurt. Darling, pressed against your railing, bodies dressed against the cold. Taunted by the ghost of autumn, solid blanket in the snow. Let me feel it further down the shoreline, heartbeats swaying with the tide. Squander all that's left of daylight. Your eyes staring into mine. ഇരിക്കേണ്ട സമയത്ത് നമുക്ക് ആവശ്യമായ സ്ഥലത്ത് പോയിരിക്കാം. തടസ്സമില്ല. കാരണം പ്രസംഗ സമയത്ത് ഇടയ്ക്ക് അത്യാവശ്യമായി ഇരിക്കാം. എല്ലാവരും മുമ്പോട്ട് അടുത്ത് ഭംഗിയായിട്ട് നിന്നുകൊണ്ട് വിശുദ്ധ വിവാഹോദാശയിൽ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കട്ടെ. ഇന്നത്തെ ഈ വിവാഹോദാശ ആശീർവദിക്കുന്നത് നമ്മുടെ സഭയുടെ മുംബൈ ഭദ്രാസന അധികാരിയെ ഗീവർഗീസ് മാർ തൂർലോസ് കൊണ്ടാണ്. വളരെ ആദരവോടുകൂടി മേൽപ്രാസൻ ജോർജ് വലിവളിയിലേക്ക് മണവാളിനെ ഭരണക്കാർക്ക് വേണ്ടിയും കൂടി പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുന്നിനായ വൈദ്യുതി എല്ലാവരെയും ഈ വിവാഹോദാശയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മണവാളിനെയും ബന്ധുക്കളായ ശാസ്ത്രക്കാരെ കടന്നു വന്ന ഏവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിപ്പാൻ കടന്നു വന്നവരാണ്. എല്ലാവരെയും ഈ വിശുദ്ധ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവാഹോദാശ നമുക്ക് ആരംഭിക്കുന്നു. ബഹുമാനപ്പെട്ട കർത്താവ് വായിച്ചു സമ്പന്നമായിട്ടുള്ള ദൈവകൃപയുടെ നിറവ് ആനന്ദത്തോടെ കർത്തൃസംഘത്തിൽ അണിയുവാൻ ദൈവം നമ്മളെ മാറ്റിവെച്ചിട്ടുണ്ട്. ഇവരുള്ള പല വിവാഹ ഉദാശകളും സംബന്ധിച്ചിട്ടുള്ളവരാണ് എനിക്കറിയാം. നമ്മളതിലെ പല ഘടകങ്ങളും താല്പര്യപൂർവ്വം ശ്രദ്ധിക്കാം. അടിസ്ഥാനപരമായി നമ്മൾ
എന്തിന് ഈ ദേവാലയത്തിൽ 1 മണിക്കൂർ ചെലവഴിക്കുന്നു? ഇവിടെ വിളമ്പുന്ന വിഭവങ്ങൾ എന്താണ്? തിരുവചനത്തിൻ്റെ മാധുര്യം എന്താണ്? ഇതുപോലൊരു ഉദാശയുടെ സാങ്കത്യം എന്താണ്? ഇത് കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടുന്നവരുടെ എണ്ണം നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കും. വിവാഹ മണ്ഡപത്തിൽ കടന്നു വരുമ്പോഴും ഒരു 15 മിനിറ്റ് കൊണ്ട് തീർത്തിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന വധൂവരന്മാർ ഇന്ന് വർദ്ധിച്ചു വരും. വെറുതെ മെനക്കേടാണെന്ന് ചിന്തിക്കുന്നവർ വളരെ അസ്വസ്ഥമായിട്ട് ദേവാലയത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. മറ്റു ചിലർക്ക് ഈ ഭൗതിക ലോകത്ത് ധാരാളം വെല്ലുവിളികൾ വരുമ്പോൾ വധൂവരന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമായി കുടുംബത്തിലുള്ള ആളുകളുടെ ബന്ധത്തിലുള്ള ഉലച്ചിലുകൾ സമൂഹത്തിൽ ധാരാളം പേര് അപകടകരമായ പ്രവണതകളിലേക്ക് വലിച്ചഴക്കപ്പെടുമ്പോൾ വിവാഹ ജീവിതം തന്നെ തകർന്ന തരിപ്പണമാവുന്നു. എന്തൊരബദ്ധത്തിലേക്കാണ് ഞാൻ നയിക്കപ്പെടുന്നത് എന്ന് ഭയപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിക്കും. ഇതിൻ്റെ മധ്യത്തിലാണ് 1 മണിക്കൂർ ഈ ദേവാലയത്തിൽ നമ്മൾ ഈ പ്രദേശം പറഞ്ഞു. ഇതിൻ്റെ സാങ്കത്യം കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ നിറവിൻ്റെ അനുഭവം, വലിയ സാക്ഷ്യത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുറക്കും. ദൈവകൃപയുടെ സമൃദ്ധി നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ബോധ്യമാണ് നമ്മെ സജീവമായിട്ട് ഇതുപോലുള്ള അനുഭവത്തിൽ കാണുന്നത്. രക്ഷകനായ യേശു കാൽവറിയിൽ തന്റെ മാതാവിനെ വാത്സല്യശിച്ചതിനെ കണ്ടപ്പോൾ അതിവേദനയോടെ അതേസമയത്ത് കൃത്യമായി അവർക്ക് ശക്തി പകർന്നു സമാധാനത്തിൻ്റെ വാക്കുകളാണ്. ആ മാതാവിനോട് പറഞ്ഞു, ഇതാണ് എൻ്റെ മകൻ. ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാണ് എൻ്റെ മകൻ. അത് കഴിഞ്ഞ് അവർ ഒരുമിച്ചായി കന്യമറിയാമൻ്റെ കണ്ണടയുന്നവരെ അവളെ പരിചരിക്കാൻ യോഹന്നാൻ ശ്ലീഹ സജീവമായി. ഈ വിവാഹ മണ്ഡപത്തിൽ നിൽക്കുന്ന മണവാട്ടെ നമുക്ക് തമ്പുരാൻ പറയുകയാണ്, ഇതാ നിന്റെ കാര്യം, ഇതാ നിന്റെ ഭർത്താവ്. അന്ത്യശ്വാസം വരെ ആനന്ദത്തോടെ, സ്തോത്രത്തോടെ, സമർപ്പണത്തോടെ ദൈവകൃപയെ ആശ്രയിച്ച് മുന്നേറുവാനായിട്ടുള്ള ദൈവവിളി തമ്പുരാൻ വിളിക്കുന്നു. ഇവിടെ അവാക്കുദിനം വിവാഹദിനമാണ്, പ്രായമാവിടെ കുഞ്ഞുങ്ങളാണ്. ഓരോരുത്തരെയും വിളി അനുസരിച്ച് അനുഗ്രഹമായിട്ടങ്ങനെ ഇപ്പോൾ കൃത്യമായി കുടുംബജീവിതത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുന്നവരുടെ എണ്ണമാണ് വർദ്ധിച്ചു. പണ്ടൊക്കെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും പരിമിതമായിരുന്നെങ്കിലും അതിൻ്റെ മധ്യത്തിൽ മാക്സിമം സ്നേഹിക്കാൻ കരുതുവാൻ ഒരുമിച്ച് ജീവിക്കാനുമുള്ള ഉത്സാഹം. ഇന്ന് മനുഷ്യൻ്റെ കോൺസെൻട്രേഷൻ ഫോർവേഡ്, ഡൈവേർട്ട്, ഡിസിൻറ്റഗ്രേറ്റ്. പക്ഷേ ഈ ആരാധന, ഈ ഉദാശ എന്ന് പറയുന്നത് is to come back to the Lord, come back to our life, come back and identify the call of God and identify that He is the faithful. Provided we are also faithful, your life will be miraculous. ദൈവത്തിൽ ശരണപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ വിളിക്കുന്ന വിളിക്ക് യോഗ്യമായി തങ്ങളുടെ ജീവിതം, കുടുംബജീവിതം ധന്യമാകണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അതിർത്തിയില്ലാത്ത കൃപകളുടെ സമൃദ്ധിയേറിയ അധ്യായമാണ് ഇത്. ഞാൻ പറയുന്നു, ഇപ്പോൾ ഇവിടെ ഉദാഹരണ പുത്രനെ പിടിച്ച് സഹായിക്കുന്ന സ്തുതി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥന മുതൽ അവസാനത്തെ ആശീർവാദമുണ്ട്. ഇവിടെ പ്രാർത്ഥനകളുണ്ട്, കീർത്തനങ്ങളുണ്ട്, സ്തോത്രങ്ങളുണ്ട്, അപേക്ഷകളുണ്ട്, സമർപ്പണമുണ്ട്, ശുശ്രൂഷകളുടെ പ്രഭാവം. നിങ്ങളെല്ലാം പിഴക്കൊണ്ട് തിരിഞ്ഞാൽ
ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പടിഞ്ഞാറ് കൊടുത്തു. കാല് കഴിക്കുമ്പോൾ ഒന്ന് ചവിട്ടി മാറി ചവിട്ടിയേക്കാം എന്ന് വിചാരിച്ചത്. അതിനൊരു ദൗത്യം. പുരോഹിത വൃന്ദം കർത്തൃസാന്നിധ്യത്തിൽ സ്തോത്രത്തോടെ നിന്ന നിങ്ങളോടൊപ്പം ഈ ഭാഗ്യപ്പെട്ട അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുക. കുടുംബജീവിതത്തിൽ കൂടി പ്രപഞ്ചത്തിന് മാറ്റങ്ങൾ വരുത്തുവാൻ താല്പര്യപ്പെടുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വത്തിന് അർപ്പിക്കുകയും ചെയ്തു. ഇവർക്ക് വേണ്ട വിഭവങ്ങളൊക്കെ ഈ നാളുകളിൽ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരൊക്കെ ഒരുമിച്ച് സമ്പാദിച്ച് ക്രമീകരിച്ചിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് വന്നത്. ഈ സഭയ്ക്ക് അതുപോലൊരു ദൗത്യം. നിങ്ങളെക്കാളും ഞങ്ങളെക്കാളും എല്ലാം ഏറ്റവും താല്പര്യത്തോടെ ഈ വിവാഹ ഉദാശക്ക് നേതൃത്വം നൽകുന്നത് തമ്പുരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിനുള്ള താല്പര്യം കൃത്യമായിട്ട് പല രൂപങ്ങളിൽ നമുക്ക് കൈമാറും. അത് സ്വീകരിച്ച് ഇവർക്ക് കൈമാറി കൊടുക്കാൻ ഞങ്ങൾ പടിയാറെടുത്തി. കിഴക്കോട്ട് തിരിയുമ്പോൾ കുരിശ് വരച്ച് തലകുനിക്കും. പടിഞ്ഞാറോട്ട് തിരിയുമ്പോൾ ശ്രീപാഠ്യ ആകൃതിയിൽ ഇവിടെ തലമേൽ കിരീടങ്ങൾ ആവശ്യപ്പിക്കും. നൽവരങ്ങൾ കൈമാറും. അവിടെ കൈപിടിച്ച് ഒരുമിച്ച് നിർത്തിയിട്ട് ഈ കൈ വിടാനുള്ളതല്ല, ഒരുമിച്ച് എപ്പോഴും കൂപ്പുകൈകളോടുകൂടി തമ്പുരാനെടുത്ത് പോകാൻ, കൈമറർത്തി ദൈവത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ, അത് തുടർക്കത്തിനായി ജീവിതത്തിൽ മുഴുവൻ നിലനിൽക്കാനാണെന്ന് കൃത്യമായിട്ട് വിവരിക്കുന്നതാണ് പൗരസ്ത്യ വികാസം. ഈ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിൽ കൃത്യയോടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട്. വേദനകളും ദുഃഖങ്ങളും നിർവീർപ്പുകളും പരാതികളും പരാജയവും പട്ടിണിയും ഉണ്ട്. അതിലെല്ലാം മാറ്റം വരുത്തുന്ന ചുവള്ള ദൈവത്തിൻ്റെ ദിവസാന്നിധ്യമാണ് നടപടിയായിട്ട് ഈ പ്രകാശം കൊടുക്കേണ്ടതാണ്. ഇനി മണവാട്ടിക്ക് മാത്രമല്ല, എപ്പോഴപ്പെട്ടവർക്കും കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്ന അവസരമാണ്. ഈ വിവാഹോദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടെ ഞാൻ കൃത്യമായിട്ട് ഒരു വാക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമ്മുടെ ഈ ആരാധനയിൽ വളരെ താല്പര്യപൂർവ്വം ഒരു കൊച്ചു വാക്ക് വിനയപൂർവ്വം കർത്തൃസന്നിധിയിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവേ ഞങ്ങളെല്ലാവരെയും നിന്റെ മണവറയ്ക്ക് യോഗ്യരാക്കുക. ഈ മണവാട്ടിയും എന്ന് മണവറയിൽ പ്രവേശിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് കൗണ്ട് ഡൗൺ ചെയ്തത്. ഇത് വളരെ എക്സൈറ്റഡ് നിൽക്കുന്ന ഭക്തജനങ്ങളാണ്, പ്രിയപ്പെട്ടവരും ബന്ധുക്കാരും സ്നേഹിതരുമൊക്കെയാണ്. അതിനോടൊപ്പം നമ്മൾ ഓർക്കുന്ന ഒരു പ്രധാന സംഗതിയാണ് ഈ മണവാട്ടിക്ക് മാത്രമല്ല, ഈ ഹൈക്കലായിട്ട് ഉള്ളിൽ നിൽക്കുന്ന വൈദികന്, ഇവിടെ നിൽക്കുന്ന വിശ്വാസികളെല്ലാം നമ്മുടെ രക്ഷകനായ വിശുദ്ധനായ രണ്ടാമത്തെ വരവിനായിട്ട് നമുക്ക് പറയുന്നത്. അത് കൗണ്ട് ഡൗൺ ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ ആരാധനാ ജീവിതത്തിൽ അവൻ പ്രത്യക്ഷമാവും. നമുക്കുള്ള ഭാഗ്യം ദൈവം നമ്മളെ മാടി വിളിക്കും. അവൻ്റെ മണവറ അതിന് യോഗ്യരാകാൻ രാവും പോലും നമ്മൾ അധ്വാനിക്കണം. ഈ വിവാഹോദാശ സമയത്ത് അത് പറയാൻ കാരണം ഇവിടെ കുടുംബജീവിതം വഴി ദൈവം ദാനം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ പല തലമുറകൾ. ഇവർ മാത്രമല്ല, ഇവരുടെ പിന്നിലുള്ള തലമുറകളെല്ലാം ആ ജീവൻ്റെ തുടിപ്പ്, രക്ഷയുടെ സമർത്ഥം മനുഷ്യത്തവരാൻ കടന്നു വരുമ്പോൾ നമ്മളെ കണ്ട് അറിയുന്ന ഒരു സാഹചര്യം, നമ്മളെ ആവേശത്തോടെ മക്കളെ വാ എന്ന് ആ മണവറയിലേക്ക് ക്ഷണിക്കുന്ന ഭാഗ്യകരമാണ്. അതിന് മുഖാന്തരമായി തിരിക്കുകയാണ് ഇവിടെ കുടുംബിച്ചിട്ടുള്ളത്. അതിനാണ് ദേവാലയത്തിൽ വെച്ച് അവിടെ കൈപിടിപ്പിക്കുന്നത്, ദേവാലയത്തിൽ വെച്ച് കിരീടങ്ങൾ ധരിപ്പിക്കുന്നത്. അവരെ മണവാട്ടിയുമായിട്ട് ആധികാരികമായിട്ട് അവരോധിക്കുന്നു. തുടർന്നുള്ള ജീവിതവും നിത്യ രക്ഷകനായ, നിത്യ മണവാളനായ രക്ഷകനായി യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നത്. അതെല്ലാം ഇതുപോലുള്ള അനുഭവങ്ങൾക്ക് പൂർണ്ണതയിലേക്ക് നയിക്കാൻ സാധിക്കും. ലോകത്തിൽ വിശിഷ്ടമായിട്ടുള്ള സാക്ഷ്യം നയിക്കാൻ സാധിക്കും. ആ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് നാം എല്ലാവരും തിരിച്ചു മണവാട്ടി യോഗ്യരായി തീരുവാൻ പിന്നെ ഭരണത്തോന്നണമേ, പരിശുദ്ധാത്മാവെ നിങ്ങളുടെ വഴി നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കൊണ്ട് നാം ജീവിതത്തിൽ ദിവസത്തിൽ കാണിക്കുന്ന
ഇഷ്ടപ്പെട്ടില്ല
പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും വീരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതാൽ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തോക്കോണമുള്ള ഐകമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. എല്ലാവിധ കളങ്കങ്ങളിലും മാലിന്യങ്ങളിൽ നിന്നും തന്റെ
രക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശ്വാസികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനായ കർത്താവിന് സ്തുതി. തന്റെ സഭയുടെ വിവാഹത്തിലേക്ക് എല്ലാ വിജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹിതന്മാരെയും സകലവശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്ചയുടെ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവ്വജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യതമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങളെ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോചനമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നിലവരത്താൽ തന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ വന്യപിതാവിന്റെ കൈകളാൽ ആശീർവദിക്കപ്പെടുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ ഞാൻ ഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ ഞാൻ ഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണയും നിറമുള്ളവരുമായ തീരുമാനമാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിലും ക്ലേശതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുദ്ധത്തിലും വരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് തന്നെയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവിനുമായ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കി കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴുകയും തിരുനാമം ഇടപെടാതെ നീ നിന്റെ പിതാവേ നിന്റെ പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശോ വക്കുല സുബ്ഹാനല്ലാഹി. Chadirayeri
വ്രതനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാവിനെ തനിക്കായി ഭാഗം ചെയ്യുന്ന സാക്ഷാൽ സത്യമുള്ളവനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന വിലങ്ങിനരായ ഞങ്ങളുടെ മധ്യസ്ഥത മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്ന ഞങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വിശ്വാൻ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകുമാറാകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. തന്റെ കരുണയാൽ ബഹുലമായ ഈ മോഹനെ ആശീർവദിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി. പരിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷവർദ്ധിക്കാൻ പിതാവിന്റെയും പുത്രന്റെയും ജീവ പരിശുദ്ധയുടെ നാമത്തിൽ ഈ മോചനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. കരുണയോടെ നിങ്ങളിലേക്ക് ഞെട്ടപ്പെടുകയും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞ അനുഗ്രഹപ്രദമായ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുണ്ടാകുന്നതിനെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പൂർണ്ണമായ വലങ്കൈ അദൃശ്യമായ നിങ്ങളിലേക്ക് ഞെട്ടപ്പെടുകയും വിശുദ്ധന്മാരെന്ന പോലെ ഈ വന്യ പിതാവിന്റെ കയ്യിൽ നിന്ന് നിവാസങ്ങളും ഓരോ നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരണ സ്വസ്ഥതയോടും സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മിശിഹാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോചനങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹം ഇവർക്ക് നൽകുകയും പരിപാലനയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോചനങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളുപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയാൽ ഇവരുടെ സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാര്യങ്ങളും
സമ്പൂർണ്ണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സൗഭാഗ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. എന്നിലുള്ള സത്യവിശ്വാസത്തിലൂടെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് വലിയ അവകാശമായി നൽകുവാനും നൽകണമേ. ഈ വലുതിനായി വലിയ വന്നിരിക്കുന്നവർക്ക് നിന്റെ കാരണങ്ങളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീപായാൽ ഈ മണവാട്ടിയെ കാത്തുകൊള്ളണമേ. ദാവോത്രങ്ങൾ ചിത്രഹാരമാണമേ. ഞങ്ങളെല്ലാവരുടെയും നിന്റെ കാരണങ്ങൾ ഭക്ഷിക്കുകയും വളർത്തുമോ പശോ വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ 30 60 100 ഇരട്ടിയായി അവിടെ നിന്ന് പുതുതരം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നമ്മോട് നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ശ്രീപാരാവുന്ന പുഷ്പനെന്നും മനസ്സാനങ്ങളെന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് വാത്സല്യമുള്ളവരെ വിവാഹുദാശയുടെ ആദ്യ ഭാഗമായിട്ടുള്ള മോതിരപാടിൻ്റെ ശുശ്രൂഷ പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് വൈദികരെ ആശീർവദിച്ച് അവരെ അണിയിക്കുക. അതാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. മണവാളത്തിൻ്റെ സമ്മേളനയ്ക്ക് മണവാളരുടെ യോഗ്യതയ്ക്ക് അവരെ പൂർണ്ണരാകുമ്പോൾ അത് കണക്കുകളൊക്കെ കാണുവാനും കാണുവാനും സ്തോത്രം പാടുവാനും ഇവരുടെ സമർപ്പണം നിന്റെ സന്നിധി പ്രീതികരമായി തീരണമേ. നിന്റെ അനുഗ്രഹം പൂർണ്ണതയിലായിരിക്കണമേ എന്ന് ആത്മാർത്ഥമാണ് പ്രാർത്ഥിച്ചത്. വീണ്ടും ദിവസം അറിയുവാനുള്ള ഭാഗ്യമാണ് അതിലേക്ക് താല്പര്യപ്പെടുന്നത്. യോഗ്യരാക്കണമേ. ആ വരിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിത്യമായ അവരിലേക്ക് അതിനെ ക്ഷണിക്കണം. അവിടെ കൂടുതൽ മടിയിൽ നിന്നുകൊണ്ട് നിനക്ക് നിന്റെ പിതാവിന്റെ സ്വയം സ്തോത്രവും സമർപ്പിക്കും.
കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നെ നിൽക്കുന്നവനുമായ സൈഭവും മാലാഖമാർ തന്റെ സുവാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അടയ്ക്കുന്ന ആരാധനാവചനവും തന്റെ ബഹുലമായ കണ്ണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത ബഹുന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടു ബന്ധിക്കപ്പെടുന്ന സ്ഥലത്തും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലമത്വത്തിന്റെ മടങ്ങും മഹിമയ്ക്കായ മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷകിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആഷ്കാലമൊക്കെയും സ്തുതിയും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ബഹുലഭവും യൗമോസുതുമായ സകല സ്വർഗീയ സേനകളും ഭയന്ന് പറിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തി മഹോന്നതങ്ങളിൽ അഗ്നിമന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഗണിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാക്കന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയനായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കന്യയുടെ നേരിലും ദൈവത്തിന്റെ തന്നിലും അവയും പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ.
സകല പ്രവൃത്തികളിൽ മുത്തവരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നല്ലരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദിവ്യ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാൻ ശമിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയമന്ദിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങൾ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുവായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു മറക്കുന്നു. പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ പരിവേടത്തിന് മുൻപാകെ തലവലിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഹൃതധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലതുകരം ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോഹോശോ വബ്ഹുൽ സുബ്ഹാൻ ലൗൽമേ. ധന്യം ചൊൽകട്ടെ ഈ ദൈവം
യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിൻ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്ണയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ ഇരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാകുന്നു. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വന്തം ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കളെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എവങ്കേലിയോൻ അതിശമാനോ Horus Samothinis and Matar Sweet Home, Arson and Barasheim, Bukono, Lavamo. നമ്മുടെ രക്ഷയ്ക്കായി സ്തുതികളും നാം എല്ലാവരും തന്നെ അനുഗ്രഹിക്കണം എന്നേക്കുണ്ടായിരിക്കട്ടെ. ജനസമൂഹം അനുഗമിക്കുകയും അവിടെ വെച്ച് ചേർന്നാൻ അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരെടുത്തിരുന്നു. ഏതൊരു കാലത്താണെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിടിച്ചിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോടായി പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോടെ ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്നും അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ എല്ലാവരും ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുവിനോട്
അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുരാൻ അവരോടായി പറഞ്ഞു, മോശ നിങ്ങളുടെ കാഠിന്യമത്തം ഭാര്യമാരെ പിരിച്ചിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരകുറ്റമല്ലാതെ സ്വന്തം ഭാര്യ വർദ്ധിച്ച മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്ന ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്ന ചെയ്യുന്നതോ തന്നെ. ശിശുമാർ യേശുരാനോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നതല്ലോ എന്ന് പറഞ്ഞു. യേശുരാനോ വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും യുവജനം ഗ്രഹിക്കുന്നില്ല. എന്നുള്ളതിനാൽ ജന്മനാശന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യാശന്മാരാക്കപ്പെട്ടവരുണ്ട്. സ്വർഗരാജ്യത്തിനത്തും ബ്രഹ്മര്യം സ്വീകരിക്കുന്നതുകൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്നലക്ഷ്യമോ മനുഷ്യനോ ഈ കിരീടങ്ങളും ആശിസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ടവർ പൂർണ്ണമാകും.
അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കെതിരായി അതീവായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിത സഹായം അണീക്കം ആഘോഷം മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിത സഹായം അണീക്കം ആഘോഷം പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാവുകയും ചെയ്യട്ടെ.
മശിഹാത്തിന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുതയിൽ കൊണ്ട് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടിയിരുന്ന് ആകൽക്കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും, ഇസഹാക്ക് യാക്കോബിലും, യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുകയും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് വരുമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസമ്പലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്നപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കടലിനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശങ്ങളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ നിറഞ്ഞു വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധരുമായും സ്തുതി കരേറ്റാൻ പാർക്കുമോ ആയിരിപ്പോഴും എല്ലായ്പ്പോഴും എന്നതേക്കും തന്നെ. സ്തോത്രം ചെയ്യുക
സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുക ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവ്വന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയുടെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്യപിതാവ് നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിനും ഞങ്ങൾ നിരപരാധികളായിരിക്കും. മേൽപ്പെട്ടക്കാരിലും പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജന്യയുമായ വിശുദ്ധ കന്യാമർത്തമറിയമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലുതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ബാറക്കുമോർ, വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, തിരുസംഗതിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാലുകൾ ശുദ്ധപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മുടെ കർത്താവിനോടുകൂടി ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെടാനാവുന്നു. നിന്നുള്ളവരമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെടാനാവുന്നു. ശുദ്ധമുള്ള അറിയാമേ, തമ്പുരാനെയാമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വന്യപിതാവിന്റെ പ്രാർത്ഥനയെ നാം ചൊല്ലണം. സർവശക്തനായ ആകാശത്തിന്റെയും കാണപ്പെടുന്നവയെ കാണപ്പെടാത്തവയുമായ സർവ്വത്തെ സൃഷ്ടാവുമായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശമുള്ള പ്രകാശവും സദൈവമുള്ള സദൈവവും ജനിച്ചല്ലാത്തവനും സാരാംശത്താനുള്ള സമത്തോളം സർവ്വതാൻ നിർമ്മിച്ച് മനുഷ്യനായി ഞങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സിറങ്ങി വിശുദ്ധമായ ദൈവമാതാവിന്റെ മലയാളത്തിൽ ശരിയായിരുന്ന മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി പുസ്തകപ്പെട്ട് അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്കടേറി തന്റെ ജീവനെ മനുഷ്യരെ വിധിപ്പാൻ തന്റെ വലിയ മക്കളെ പരിപാലിക്കുവാനും തന്റെ രാജ്യ അവസാനമില്ലാത്തതുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവ് പുറപ്പെട്ട് പിതാവിനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും ദിവ്യമാൻ സ്വീകരിക്കുവാൻ സംസാരിച്ചതുമായ ജീവനവിശ്വങ്ങളെ കാതലികവും സ്നേഹികവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് പറഞ്ഞ് മരിച്ചുപോയവരും പതിവായിട്ട് ലോകത്തിലെ
ഒരു ജീവനെ നോക്കി പാർക്കുന്നു ആമേൻ പാർക്കുമോ സോമകാല സൂര്യനായി സോ എന്നാ സ്തുതിയുടെ രാജൻ ആമേൻ ദൈവമായ കാലി ദൈവനാമൻ ബലമായി രാജഭാമൻ നിങ്ങളുടെ ജന്മോദിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ജനമോക്കായ പിതൃഗണം വായുമോ നിർമോലൻ മാതാവിൽ മോൽ ഉൽമിയാമി നിന്നുദിച്ചോരേ സുതൻ ത്രികരണങ്ങളിൽ അലിവാതൻ പകരപേക്ഷയണീണം സൗഖ്യകാല സ്തുതിയിലായി സോ വരദായകമായ തൽപ്രാർത്ഥനകൾ ആത്മാവിൽ കോട്ട വായുമോ ദൈവാത്മസവിത്രി കന്യകമറിയാതെ ഉയരന്മായാതെ സുഖപരിഗണനോപം ഓയോറാമി നേരൂപാധാരേ ഞങ്ങൾക്കായുള്ളർദ്ധനെ ഞങ്ങളെ യാത്ര തോന്നിയ ഏകാത്മജനോട് വൃദ്ധതയിലും അവ തലയിട്ടു തടച്ചിരുന്നേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടികളും മാറിക്കുമോ നിർമോലൻ വാദാവിൽ മോലൻ ഉൾമീനാമേ ഉണ്ണേ നേരം നിന്നോർമ്മ ഉദകിടമേ ചിത്രാകരണി ഓരേ ബഹുമാനേ സോത്താൻ സൗഖ്യകാല സ്തുതിയേതായി സോ പതിനിപ്പാടി നിന്നോട്ട കലയായി പ്രാർത്ഥിക്കാം ഇവരും നിൻ പാടി ശ്രദ്ധിച്ചിടും നിൻ ആളുകളെ മോശെ പോലെ കൈമാറേണം ഭാഗ്യമോ പതിനിപ്പാടി നിന്നോട്ട പിന്നെ ഓടി ചോദിടുന്ന റോമാവന്യൻ നിന്നടനത് വഴി കേട്ടി ഞങ്ങൾക്കെന്നും മുഴുവായി മേലുവാതായി പ്രതിപികത്താവോടാം അടിവഴിത്ത കോപത്തിൽ വഴികളയുമായി ചെയ്യാം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനാണ് എല്ലാവരും ജീവിക്കൊണ്ടുവരാമോ അന്യമായുള്ള വാക്കുദാശയം ഞങ്ങളോട് കൂടെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും വാർത്ത വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെ നിങ്ങളുടെ വാക്കുപോലെയും വാർത്ത വാഴ്ത്തിക്കൊണ്ടുമാറാകട്ടെ പിതൃപുത്ര പരിശുദ്ധമാവാം കലഹ്യതയും കുറ്റനിലനിൽക്കുമായിട്ടുള്ള പ്രാർത്ഥനകളും അപേക്ഷിച്ചു അങ്ങനെയുമായ റിയലൈസോ നിങ്ങളോട് കരുണ ചെയ്യണമേ നിങ്ങളുടെ കർത്താവേ കൃപയുണ്ടായിനോട് കരുണ ചെയ്യണമേ നിങ്ങളുടെ കർത്താവേ ഉത്തരവഴി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ നിങ്ങളുടെ കർത്താവേ നിങ്ങളുടെ കർത്താവേ വിവാഹ കൂദാശ സമാപിച്ചിരിക്കുന്നു. ഈ നവദമ്പതികൾക്കുള്ള ആദ്യ സമ്മാനം മൈലപ്ര സെന്റ് ജോർജ് വലിയവരുടെ ഉപഹാരം വിശുദ്ധ വേദവസ്വം വിദ്യാഭ്യാസം കൊണ്ട് രണ്ടുപേരും കൂടി നൽകും.
ഇപ്പോൾ വരനും വധുവും അഭിനന്ദ തിരുമനസിൻ്റെ കൈമുത്തി നേർച്ചയിട്ട് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കണം. വധുവിൻ്റെ ഭാഗത്ത് വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ പ്രാതിനിധ്യം വഹിച്ച കോട്ടയ ഭദ്രാസനത്തിലെ ഡോക്ടർ പൂർവ്വസ്ഥിതിയിലേക്ക് ഇടവയുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സഹകാരണങ്ങളായിരുന്ന പ്രത്യേകിച്ച് ആദ്യം വഹിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട തോമസ് കെ ചാക്കോച്ചൻ, അസിസ്റ്റന്റ് വികാരിയച്ഛൻ റിജോച്ചൻ എന്നിവരോട് നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ആമൂടി സന്തോമസ് സോബിനച്ചൻ, ജോജിയച്ചൻ എന്നിവരോട് നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കോർപ്പസ് കോപ്പന്മാർ, മറ്റ് വൈദിക ശ്രേഷ്ഠരോട് ഈ മകളെയും മകനെയും പ്രാർത്ഥനപൂർവ്വം അനുഗ്രഹിക്കാൻ തക്കവണ്ണം സാന്നിധ്യം കൊണ്ട് ഈ വിവാഹ ശുശ്രൂഷയിലായിരുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. I found you passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. I found us reminiscing our days together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so
Sunlight fell and reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold